നമ്മുടെ കേരളത്തിലെ സകല മൗദൂദികള്, ജിഹാദികള്, തീവ്ര ചിന്താഗതിക്കാർ, ഇത്തരം ആളുകളൊക്കെ തന്നെ ഇപ്പോ വലിയ ആവേശത്തിലാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേക ചില മാധ്യമങ്ങളുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽപ്പെട്ട അവരൊക്കെ തന്നെ വലിയ വാർത്ത ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥയാണ് എന്നൊക്കെ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് സകല തീവ്ര ചിന്താഗതിക്കാരും, മൗദൂദികള്, സുഡുകള്, സകല ആളുകളും. ഇവരൊക്കെ തന്നെ ഇത്രയും കാലം ഹമാസിന് വേണ്ടിയായിരുന്നു വലിയ ആവേശം വിതറിയിരുന്നത്. ഇപ്പൊ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഹമാസിന് വേണ്ടി എനിക്ക് കരയാനൊരു കണ്ണുനീര് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണല്ലോ ഇപ്പൊ ഇവരൊക്കെ തന്നെ എത്തി നിൽക്കുന്നത്. അപ്പോ ഇവരൊക്കെ തന്നെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇവർക്കൊരു പുതിയ തന്തയെ കിട്ടുന്നത്. ഇപ്പോ ഇത്തരം തീവ്ര ചിന്താഗതിക്കാരെ, സുഡുകളെ, മൗദൂദികൾ, ഇത്തരം ആളുകളുടെ ഒക്കെ പുതിയ തന്ത എന്ന് പറയുന്നത് ഹിസ്ബുള്ളയാണ്. ഇപ്പൊ ഹിസ്ബുള്ളയിലാണ് ഇത്തരം ആളുകൾക്കൊക്കെ തന്നെ വലിയ പ്രതീക്ഷ. അവ ഹിസ്ബുള്ള കാരണം ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ എന്ന വാർത്തയൊക്കെ നമ്മുടെ ചില പ്രത്യേക മാധ്യമങ്ങൾ കൊടുത്തോണ്ടും ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ തന്നെ വലിയ ആവേശമാണ്. ഈ അടിയന്തരാവസ്ഥ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇവിടെ വിഡ്ഢികളുടെ സ്വർഗലോകത്തിൽ നിൽക്കുന്ന ഇത്തരം മൗദൂദി, ജിഹാദി, സുഡുകളോടൊക്കെ എന്താണ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിവിടെ കൊടുക്കുന്ന ഓരോ വിഷയങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഹിസ്ബുള്ള ലബനാനില് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് മിസൈലുകൾ തയ്യാറാക്കിയിട്ട് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം മൊസാദിന് ചോർന്നു കിട്ടുന്നു. അതിനെ തുടർന്ന് ഇസ്രായേലിന്റെ വ്യോമസേനയുടെ 100-ലധികം യുദ്ധവിമാനങ്ങൾ ലബനാനിലേക്ക് പറന്നിറങ്ങി ഈ റോക്കറ്റ് ലോഞ്ചറുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആയിരക്കണക്കിലധികമുള്ള ഇതുപോലെയുള്ള ഓരോ കേന്ദ്രങ്ങളും അടിച്ചു തകർത്തിട്ടുണ്ട്. ബാരലുകൾ, സകല ഈ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് മിസൈലുകളും അവരുടെ ആയുധ ഡിപ്പോയൊക്കെ അടിച്ചു തകർത്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ കാണില്ല. അവരാകെ കാണുക അടിയന്തരാവസ്ഥ മാത്രമാണ്. നമുക്ക് അതിലേക്കും വരാം. കൃത്യമായിട്ട് ഹിസ്ബുള്ളയെ ഒരു വഴിക്കാക്കുന്ന തരത്തിലുള്ളൊരു ആക്രമണം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോ ശക്തമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഒരുപാട് ആളുകൾ അടിയന്തരാവസ്ഥ എന്നൊക്കെയല്ലേ വിളിച്ചു പറയുന്നത്. ഈ മാധ്യമങ്ങൾ, ഇത് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങള്, അതേപോലെ തന്നെ അതിന് പിന്തുണ കൊടുക്കുന്ന സകല ആളുകളോടും പറയാനുള്ളത്, ഇവിടെയാണ് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ആയിട്ട് ഇസ്രായേൽ എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു, ഇസ്രായേൽ എന്തുകൊണ്ട് മഹത്വൽക്കരിച്ചുകൊണ്ട് നമ്മളൊക്കെ സംസാരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്രായേലിന്റെ സൈന്യം ഹമാസ് എന്ന ഭീകര സംഘടനയും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയൊക്കെ ആക്രമിക്കുമ്പോൾ, അവർക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ അവരൊക്കെ എന്താ ചെയ്യാറുള്ളത്? ഈ പറയുന്ന ഹമാസ് ആണെങ്കിൽ ഗാസയിലെ സാധാരണ ജനങ്ങളെ മുന്നിലേക്ക് വെക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? മാളത്തിൽ ഒളിക്കും. ഈ പെരിച്ചായികളെ പോലെ ഒളിച്ചു നിൽക്കും. അതായത് ഗാസയിലെ ജനങ്ങളെ മറയാക്കിയിട്ട് ഇവര് ഒളിച്ചു നിൽക്കും. എന്നാൽ ഇസ്രായേലി എന്ന രാജ്യത്തിന്റെ മഹത്വം അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു വിഷയം വരാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പൗരനും ഒന്നും സംഭവിക്കരുത് എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എന്നിട്ട് ഈ പറയുന്ന ഹിസ്ബുള്ളയും ഹമാസും സകല ഭീകരവാദ സംഘടനകളും അയക്കുന്ന മിസൈലുകൾക്ക്, അയക്കുന്ന ആയുധങ്ങൾക്ക് മുന്നിൽ പോരാളികളെ പോലെ ഇസ്രായേലിന്റെ ഭരണകൂടവും ഇസ്രായേലിന്റെ സൈന്യവും മുന്നിൽ നിന്ന് പോരാടൂ. ഇവര് ഈ ഇസ്രായേലിന്റെ ജനതക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കിയിട്ട് മുന്നിൽ നിന്ന് പട നയിക്കുന്നത്. എന്നാൽ ഹമാസ് എന്ന ഭീകര സംഘടന, ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന സാധാരണക്കാരെ മുന്നിൽ നിർത്തിയിട്ട് പിന്നിൽ ഒളിക്കും. ഇതാണ് അടിയന്തരാവസ്ഥയൊക്കെ ഇസ്രായേലിൽ നടത്താനുള്ളൊരു കാരണം എന്നുള്ളത് ഇവിടെയുള്ള സകല ആളുകളും തിരിച്ചറിയുക. ഇസ്രായേലിലെ ഒരു പൗരന്
വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഭരണകൂടം. അതുകൊണ്ട് തന്നെ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഒരാൾക്ക് പോലും ഒന്നും സംഭവിക്കരുത്, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പുറത്ത് നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ സ്ഥലത്തിന്, നിങ്ങളുടെ സമ്പത്തിന്, സകലതിനും കാവലായിട്ട് ഞങ്ങളുണ്ട്, പുറത്തിറങ്ങരുത്. അടിയന്തരാവസ്ഥ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇസ്രായേലി ഭരണകൂടം ഇസ്രായേലി ജനതയ്ക്ക് മുന്നിലേക്ക് വെച്ചത്. ഇതൊക്കെ ലേശം ഒരു വകതിരിവുണ്ടായാൽ മതി ഇതൊക്കെ മനസ്സിലാക്കാൻ. എന്നാൽ ഇവിടെ കുറെ ആളുകൾ വലിയ ആവേശത്തിലായി ഒരു വാർത്തയൊക്കെ കണ്ടിട്ട് അതെങ്ങനെയാ ഭീകരവാദത്തെ പിന്തുണക്കുന്നവരെയൊക്കെ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാവും. അവർക്ക് ലോകം തന്നെ നശിക്കണമെന്നാണല്ലോ ആഗ്രഹം. ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കമന്റുകൾ ചെയ്യുന്നുണ്ട്. അത്തരം കുറച്ച് കമന്റുകൾ കൂടി മുന്നോട്ട് വെക്കാം. നമ്മൾക്കിടയിലുള്ള ആളുകളൊക്കെ എത്ര അപകടകാരികളാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അടിയന്തരാവസ്ഥ വാർത്തയ്ക്കായി ബന്ധപ്പെട്ട കമന്റുകളാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 48 മണിക്കൂർ കൊണ്ട് ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ മോങ്ങുകയാണ്. ഒരു ഹമാസിനെ കിട്ടിഹിഹിന്ന് ഒരു കമന്റ് ആണ്. അല്ല, ഹമാസ് മേധാവി ഇന്ന് നിലവിലുണ്ടോ? ഒന്ന് തല പുറത്ത് കാണിച്ച സമയത്ത് തീർന്നില്ലേ? ഇനി അതിലപ്പുറമുള്ള ഒരു വിഷയം ഹമാസിനെ കുറിച്ച് പറയണോ? ഇനി പുതിയൊരുത്തൻ വന്നിട്ടുണ്ടല്ലോ, ഈ യഹിയ സിൻവാർ. നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലോ അതൊക്കെയായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്തും നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ യഹിയ സിൻവാർ ഉണ്ടല്ലോ, പുതിയ മേധാവി, പെരിച്ചായിയെ പോലെ മണ്ണിനടിയിലൂടെ ഒളിച്ചു നടക്കുക, അതും പർദ്ദയും ഇട്ട് മുഖവും മറച്ച്. ഒന്ന് മുഖം കണ്ടാൽ വല്ല AI സംവിധാനത്തിന്റെ കയ്യിലേക്കും ഈ ഫോട്ടോ പോകുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ പർദ്ദട്ടപ്പ് നടക്കുന്നത്, ഒരു മുഖം പോലും പുറത്ത് കാണിക്കാതെ, ഒരു സംഘടനയുടെ മേധാവിയാക്കി പ്രഖ്യാപിച്ചിട്ട് ഒരു പ്രസ് മീറ്റ് പോലും വിളിക്കാൻ പറ്റാത്ത ഗതികെട്ട ഹമാസ് ഇന്നും പോരാളികൾ, ഇന്നും സൂപ്പറാന്ന് വിചാരിക്കുന്ന ഇവരൊക്കെ എത്രത്തോളം വലിയ ഭീകരവാദിയാണ് നമ്മൾക്കിടയിൽ എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. മറ്റൊരു കമന്റ് ആണ്, ലോകത്തിലെ ഏറ്റവും സ്മാർട്ട് സൈനികരെന്നും ഇന്റലിജൻസ് എന്നും അയൺ ഡോം എന്നൊക്കെ വീമ്പിളക്കി കൈയവർക്ക് ഇറാന്റെ പ്രൊക്സി മിലീഷ്യകളുടെ സാമ്പിൾ വെടിക്കെട്ട് കിട്ടിയപ്പോഴേക്ക് അടിയന്തരാവസ്ഥ എന്ന്. അടിയന്തരാവസ്ഥ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ഓരോ പൗരനും വളരെ വലിയ മൂല്യമുണ്ട്. അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇത് ഇവർക്കൊക്കെ വലിയൊരു നാണക്കേടായി തോന്നുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. സാധാരണ ജനങ്ങളെ കൊലക്ക് കൊടുക്കണമെന്നുള്ള ഹമാസിന്റെ അതേ ചിന്ത പോലെയാ നമ്മൾക്കിടയിലുള്ള ഇത്തരം ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കുള്ളത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക. ഹമാസ് നിരന്തരം ചെയ്യുന്നത് ഈ സാധാരണ ജനങ്ങളെ മുന്നിൽ നിർത്തുക, അവരുടെ പിന്നിൽ ഒളിക്കുക എന്നുള്ളത് തന്നെയല്ലേ. മറ്റൊരു കമന്റ് ആണ്, എവിടെ ഓന്റെ അയൺ ടോം എന്നാണ് ഈ അക്ഷരം ഇതിൽ എഴുതുന്നതാണ് ഞാൻ വായിക്കുന്നത്. ഓക്കെ, ആ അയൺ ടോം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾ ഇത് ഇവിടെയുള്ള മൗദൂദി ചാനല്, നിങ്ങളെ പ്രീണിപ്പെടുത്തുന്ന പ്രമുഖ മാധ്യമങ്ങൾ മാത്രം നിങ്ങൾ വാർത്ത കാണരുത്. ഈ അയൺ ഡോം ഒക്കെ കാരണം ഇതൊക്കെ എത്രത്തോളം പവർഫുൾ ആണെന്ന് നിങ്ങളുടെ ഹമാസുമായിട്ട് വരെ ഡയറക്റ്റ് ബന്ധം നമ്മുടെ കേരളത്തിലെ മലപ്പുറത്തുള്ള കുറച്ച് ആളുകൾക്കുണ്ടല്ലോ, ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ യുവജന സംഘടനയൊക്കെ. അത്തരം ആളുകൾക്കായി ബന്ധപ്പെട്ടിട്ടൊന്ന് ഹമാസിനോട് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞാൽ മതി ഈ അയൺ ഡോം ഒക്കെ എത്രത്തോളം ശക്തമാണ് എന്ന്. അതേപോലെ തന്നെ ഹിസ്ബുള്ള 100-ലധികം മിസൈലുകളൊക്കെ ഒരു ആക്രമണം ഇപ്പൊ നടത്തിയിട്ടുണ്ട്. അതിലാകെ വിരലിലെണ്ണാവുന്നത് മാത്രമാ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് പതിച്ചിട്ടുള്ളത്. ആ മണ്ണിലേക്ക് പതിച്ചിട്ടുള്ളതും കൃഷിയിടങ്ങളിലേക്കും തരിശുഭൂമികളിലേക്കും മാത്രമാ. ഒരു വ്യക്തിക്കും ഒരു പൗരനും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ അയൺ ഡോമിന്റെ പവറാണ് എന്നുള്ളത് ഇവന്മാർക്കൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. മറ്റൊരു കമന്റ് ആണ്, അവിടെ ക്യാഷ് വാരി കൂട്ടാൻ പോയ നമ്മുടെ മല്ലുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇമോജി ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ നിന്ന് ഇസ്രായേലിലേക്ക് ജോലിക്ക് പോയവർ പോലും നശിക്കണമെന്നല്ലേ ഇത്തരം നാറികളൊക്കെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്കിടയിൽ ജീവിക്കുന്ന ഒരു തീവ്രവാദി തന്നെയല്ലേ ഇവനൊക്കെ? നമ്മൾക്കിടയിലുള്ള ആളുകൾ ഇസ്രായേലിൽ പോയിട്ട് അവരും നശിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആളുകൾ
നമുക്കൊക്കെ തന്നെ വലിയ ഭീഷണിയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. അടുത്ത കമന്റ് ആണ്, തകർന്നു തർപ്പണം ആകട്ടെ. ഇതിൽ എഴുതിയതുപോലെ വായിച്ചു എന്നുള്ളതാണ്. തകർപ്പണമാകട്ടെ എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. എന്ത് തന്നെയായാലും ഇവരിപ്പോഴും കരുതുന്നത് മൗദൂദി ചാനലൊക്കെ കണ്ടിട്ട് ഹമാസ് ഒക്കെ വിജയിച്ച് മുന്നേറുന്നത് പോലെയാണ്. ഇവരുടെയൊക്കെ കഥ എന്താണ്? ഇവർക്കൊന്നും യാതൊരു കഥയും ഇല്ലേ? ഇവരൊക്കെ തന്നെ വിഡ്ഢികളുടെ സ്വർഗലോകത്തിൽ ഇത്തരം തീവ്ര ചിന്താഗതിക്കാര്, മൗദൂദികള്, സുഡുകളൊക്കെ തന്നെ ഇവര് അന്താരാഷ്ട്ര മാധ്യമം വായിക്കുക. അത് അൽ ജസീറ. നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ ആ മൗദൂദി ചാനലോ അല്ല ഇത്തരം പ്രീണന മാധ്യമങ്ങളോ കാണും. എന്നിട്ട് ഇവര് കരുതുന്നത് വലിയ മുന്നേറ്റമാണ് എന്നുള്ളതാ. ഇനി ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ഇനി നാളെ ഹിസ്ബുള്ളയുടെ സ്ഥലത്തുള്ള സാധാരണക്കാർക്ക് കൊല്ലപ്പെടുന്നുണ്ടേ എന്ന് പറഞ്ഞ് കരച്ചിലുമായിട്ട് ആരും തന്നെ വരരുത്. കാരണം ഇപ്പൊ ഇവരൊക്കെ തന്നെ വലിയ ആവേശത്തിലാ. ഹിസ്ബുള്ള 4 റോക്കറ്റ് അയച്ചു എന്ന് പറഞ്ഞ് വലിയ ആവേശത്തിലാ. അപ്പൊ ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നാളെ ഒരാള് പോലും കരഞ്ഞ് കാല് പിടിച്ച് അല്ലെങ്കിൽ പ്രതിഷേധവും റെസിപ്റ്റ് അടിച്ച് ആളുകൾ നമ്മുടെ തെരുവോരങ്ങളിലൂടെ വരും. ഈ പറയുന്ന ഹിസ്ബുള്ളയിലേക്കും ഇസ്രായേലിലെ ശക്തമായുള്ള ആക്രമണം ഇനി നടക്കാൻ പോവുക. അതുമായി ബന്ധപ്പെട്ടുള്ള സകല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുക. ഏത് സമയത്തും മറ്റൊരു ഗാസയാവാൻ ഈ പറയുന്ന ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളൊക്കെ തയ്യാറെടുക്കുക തന്നെയാണ് നല്ലത്. അത്തരത്തിൽ തന്നെയാണ് നമ്മൾ വാർത്തകൾ കേൾക്കുന്നത്. ഇവിടെ കുറെ ആളുകൾ റെസിപ്റ്റ് അടിക്കലും തുടങ്ങിക്കോളൂ. ഏതായാലും സംഭവിക്കാൻ പോകുന്നത് മുന്നോട്ട് വെച്ച് എന്നേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ വലിയ ആവേശത്തിലാ. നാളെ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കുമ്പോൾ ഇത്തരം ആളുകൾ തന്നെ കൂട്ടക്കരച്ചിലുമായിട്ട് വരും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹിസ്ബുള്ള ഹമാസിനെ പോലെ തന്നെ തകരുന്ന ഒരു വാർത്തയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കണ്ടുമുട്ടാം.